ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കിലത്ത് പോകാനായിട്ട് നിൽക്കുന്നതാണ്. ബട്ട് കുറേ ലേറ്റായി, നമ്മൾ വെയിറ്റ് ആക്കുന്നതാണ് ഉപ്പാനെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ബട്ട് ഉപ്പ റെഡി ആയിട്ടില്ല. എന്ത് ചെയ്യും, നമ്മൾക്ക് പോകാണ്ടിച്ച് നമ്മൾ മാത്രം റെഡി ആയതാണ്. അപ്പോൾ ഇതൊരു വന്നിട്ടില്ല. ഇവിടെ കൊതു കളിക്കുന്നുണ്ട്, മാതിരി ഭാവനയുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബാക്കിലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ ഭയങ്കര റഷായിരുന്നു. ബട്ട് 2024 എൻഡിങ്ങിലാകുമ്പോൾ അങ്ങനെ നല്ലോണം റഷ് ഉണ്ടായ ടൈമായിരുന്നു. 2023 ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ, ഇത് ന്യൂ ഇയറിൻ്റെ വീഡിയോ അല്ല, എന്നാലും കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള, അതായത് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സായ നന്ദന എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഇവരൊന്നും എനിക്കങ്ങനെ അറിയില്ല. ബിഗ് ബോസിലൂടെ അങ്ങനെ പറഞ്ഞതാണ്. കാസർഗോഡ് ആദ്യമായിട്ട് വരുന്നത്, അതൊക്കെ കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നത്. ആണോ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ഇത്ര ക്രൗഡിന് മുമ്പിൽ എനിക്ക് വരാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഇത്രേ ഉള്ളൂ. എന്നെ വിളിച്ച എല്ലാവർക്കും. കൂടുതൽ സോഷ്യൽ മീഡിയ തെരഞ്ഞത് അഫ്സലിനെയാണ്. ശരിക്കും ഞങ്ങൾ ഒരുപാട് ഷോസിന് വേണ്ടിയിട്ട് അഫ്സലിനെ ഞങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാല് നിവിൻ പോളിയുടെ ഡേറ്റ് കിട്ടിയിട്ട് പോലും ഞങ്ങൾക്ക് അഫ്സലിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രമാത്രം ഷോസുമായിട്ട് ദുബായ്, UAE, ഖത്തർ, മസ്കറ്റ്, ഒമാൻ അങ്ങനെ തുടങ്ങി എല്ലാ രാജ്യങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അഫ്സല്. അപ്പൊ ഇപ്പോ കാസർഗോഡ് എന്ന് പറഞ്ഞപ്പോ അഫ്സൽ ഓടിപ്പിടിച്ചതേ നിങ്ങളെ കാണാൻ എത്തിയിരിക്കുകയാണ്. അഫ്സൽ, എന്താണ് പറയാനുള്ളത്? ആദ്യമായി എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു തിരുത്തലുണ്ട്. ഞാനെല്ലാ മൂവിയിലാ പാട്ട് പാടിയിട്ടുള്ളത് അല്ല, മൂവിയിൽ പാടിയിട്ടുള്ളത് ഞാനല്ല. ഞാൻ പാടിയ സ്ഥലം എൻ്റെ നാട്ടിലുള്ള തിരൂരുള്ള കിൻഷിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. അതായത് വീൽ ചെയറിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് പാടിയതായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ആളാണ്. ഇപ്പൊ മൂവിയിൽ അല്ലെങ്കിൽ പോലും അതിലുപരിയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് പാടി ഇടിച്ചു കയറിയ മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കേട്ടോ. അതിനൊരു വലിയ കൈയടി കൊടുത്തേ. കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. നല്ലൊരു കോസിന് വേണ്ടിയാണ് അദ്ദേഹം ആ പാട്ട് പാടിയത്. ആ പാട്ട് പാടി അദ്ദേഹം ഭയങ്കരമായിട്ടും പോപ്പുലറായി. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല അഫ്സൽ, അത്ര മാത്രമായി പോയി. പിന്നെ നമ്മുടെ എന്താ പറയാ, സിനിമയെ കേൾക്കുന്ന അതേ ഇമ്പാക്റ്റിലായിരിക്കും, അതേ ഒരു പവറിലായിരിക്കും നമ്മളിലേക്ക് അത് റെൻഡർ ചെയ്യുക അഫ്സൽ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും ആ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. ഷെറീഫിക്ക കണ്ടോ, കാസർഗോഡത്തെ ബലം കണ്ടോ ഞങ്ങളുടെ? അപ്പൊ റെഡിയാണ് അഫ്സൽ, റെഡിയാണ്. നീ പറഞ്ഞതുപോലെ ഹേ ബനാനെ ഒരു പൂ തരാമോ, ഡാൻസ് ചെയ്തോണം. റെഡി അഫ്സലെ? തന്നെ ഈ വീഡിയോ പാട്ട് പാടുന്നത് ഞാൻ അങ്ങനെ ഇടുന്നില്ല. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവിടെ റോബിൻ ചേട്ടനും അതുപോലെ തന്നെ ആരതി ചേച്ചീനും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കാം ഗൈസ്. നേരത്തെ പറഞ്ഞ കേട്ടായിരുന്നോ? ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ഇത്രയുള്ള എനർജി. ഓക്കെ. സോ കാസർഗോഡ് മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. സത്യം പറയല്ലോ, ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ് കേട്ടോ നിങ്ങള്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ സൗന്ദര്യം നിങ്ങളുടെ മുഖത്തും കാണാനുണ്ട്. അപ്പം എന്താ പറയാ, ഒരുപാട് സന്തോഷം ഈ ഒരു ഫെസ്റ്റില് ഭാഗമാകാൻ കഴിഞ്ഞതില്. പിന്നെ നിങ്ങളുടെയൊക്കെ ഫുഡ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചുപേരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ. സോ എന്താ പറയാ, ബിഗ് ബോസിന് ശേഷം 3 വർഷം കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് പബ്ലിക് ഇവന്റിലോ കാര്യങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. സോ 1.5 വർഷത്തിന് ശേഷം ഞാനൊരു പബ്ലിക് ഇവന്റിൽ വരുന്നത് ഇവിടെയാണ്. സോ അത് കാസർഗോഡ് തന്നെ വരാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ ബേസിക്കലി ഡോക്ടറാണ്. അപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എൻ്റെ സർവീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം
ദൈവം സഹായിച്ച് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ മെഡിക്കൽ ഹെൽത്ത് ആൻഡ് വെൽനസ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഒരാഴ്ച മുന്നേ സൈൻ ചെയ്തു. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിൻ്റെ ഗുണവും ബെനിഫിറ്റും കിട്ടുന്നതായിരിക്കും. സോ അടുത്ത മാസം ജനുവരി 20 അതിനകത്ത് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചും പിന്നെ പ്രസ് മീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സോ അത് പതിയെ ഞാൻ അത് എല്ലാവരിലും പറയുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? അപ്പോൾ ഗൈസ് അങ്ങനെ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേൽപ്പറമ്പ് പൈച്ചയിൽ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത് പുറത്തത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, ട്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഇപ്പോൾ ഓരോ കണ്ടിട്ട് ആദ്യം പിടിച്ചിന്, പിന്നെ റോബിൻ ചേട്ടനൊക്കെ കണ്ട് നമ്മൾ ഓരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് അത് ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ അവർ പോയിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് തന്നെ നമ്മൾ തിന്നാന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. എടുത്ത് ചക്കിളിയും അതുപോലെ തന്നെ കല്ലുമ്മക്കായി, പിന്നെ ലേസും അങ്ങനത്തെ തിന്നുന്നത്. അപ്പോൾ വീഡിയോ ഇത്ര തന്നെയാണ്, ചെറുങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് വരുവാണ്. കാരണം കുറേ പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാം കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്ര ചെറുങ്ങനെ ആക്കിയിട്ട് വീഡിയോ ഇട്ടത്. അപ്പം ഇത്ര തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനും അതുപോലെ തന്നെ കുറേ പാട്ടും ഒക്കെ കേട്ട് അവരുടെ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി. സന്തോഷമുണ്ട്. പിന്നെ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക. ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.